നമസ്കാരം. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് തെലങ്കാനയിലെ ഹൈദരാബാദിലേക്ക് ഒരു യാത്ര പോവുകയാണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ന്യൂഡൽഹിയിൽ നിന്നും ഹൈദരാബാദിലെ ഡെക്കാൻ നാമ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന തെലങ്കാന എക്സ്പ്രസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. സമയം രാവിലെ 6:10. നാഗ്പൂരിൽ ഞങ്ങൾ റൂം എടുത്തത് ഇവിടെയായിരുന്നേ. ഇതിന്റെ അടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇതുവഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളത്. ഈ ഒരു പാലം കടന്ന് റെയിൽവേ സ്റ്റേഷൻ അവിടെ തന്നെയാണ് എത്തുന്നത്. ഒരു 700 മീറ്റർ ഉണ്ട് നടന്നു പോകാൻ. ദേ നാഗ്പൂർ മെട്രോ പോവുകയാണ്, മഹാ മെട്രോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഒരു മെട്രോയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. പാലത്തിന്റെ ഇതുവഴി നടക്കാനുള്ള ഒരു വഴിയുണ്ട്, പക്ഷെ അതൊക്കെ ബ്ലോക്ക് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് ഇതിലൂടെ തന്നെ നടന്നു പോകണം. ഇതൊരു കേബിൾ സ്റ്റഡ് പാലാണേ. റാംജുല എന്നാണ് ഇതിന്റെ പേര്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളിയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായ നിതിൻ ഗഡ്കരിയുടെ മണ്ഡലം ഇവിടെയാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ MP. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന തെലങ്കാന എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്കാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുക. എന്നിട്ട് രാവിലെ 7:10 ആകുമ്പോൾ നാഗ്പൂരിലെത്തും. വണ്ടി ഇന്ന് ഒരു ഡിലേ ഇല്ല കേട്ടോ, ഓൺ ടൈം തന്നെയാണ്. ഒരു 45 കിലോമീറ്റർ കൂടെ നാഗ്പൂരിലേക്ക് വരാനുണ്ട്. ഇതാണ് നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ. നിലവിലിപ്പോൾ ഇവിടെ നവീകരണം നടക്കുകയാണ്. 6:20 ആയതേ ഉള്ളൂ. നമുക്കിനിപ്പോൾ ഒരുപാട് സമയമുണ്ട്. പിന്നെ ഇവിടെ തന്നെ അംബേദ്കറിന്റെ ഒരു ഫോട്ടോ ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ നടന്നു വന്ന ആ ഒരു പാലമാണ് അവിടെ. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ തന്നെയാണ് നമുക്ക് പോകാനുള്ള തെലങ്കാന എക്സ്പ്രസ് വരിക. പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ഈ ഭാഗത്ത് മുഴുവനും എലികളൊക്കെയാണ്. ഇതാ ഈ ഭാഗത്ത് തന്നെ ഒരു എലിനൊക്കെ കാണാതാ. ഒന്നിതാ ഇതിലൂടെ പോകുന്നുണ്ടതാ. ഇതിപ്പോൾ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് തെരുവ് നായ്ക്കളുണ്ട് കേട്ടോ. ട്രെയിൻ നമ്പർ 127-24 ന്യൂഡൽഹി ഹൈദരാബാദ് ഡെക്കാൻ നാമ്പള്ളി തെലങ്കാന എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. SCRന്റെ ലോക്കോമോട്ടീവ് തന്നെയാണിത്. WP7 ഇതെല്ലാം കൂടെ തെലങ്കാന എക്സ്പ്രസ്. മുന്നിൽ തന്നെ അണ്ടർസേർഡ് ഉണ്ട് 2 ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S1 ആണ്. അത് ഇവിടെ തന്നെയാണ് വരിക. അണ്ടർസേർഡിലൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങളുടെ ഇത് 2 അപ്പർ ബർത്താണ്. 43, 46. ഇതാണ് നമ്മുടെ കോച്ച്. വലിയ തിരക്കില്ല. ഇത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിന്റെ ഒരു കോച്ചാണ്. അണ്ടർസോളിൽ വേറെ നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങട്ടെ. നമ്മൾ ഈ ട്രെയിനിൽ 3 ആഴ്ച മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ വരെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 385 രൂപയാണ്. ഒരു 9 മണിക്കൂർ യാത്രയുണ്ട് ട്രെയിനിൽ. 7:24 അങ്ങനെ നാഗ്പൂർ ജംഗ്ഷനിൽ ഇതാ ട്രെയിൻ എടുത്തു. സ്റ്റേഷന്റെ കോഡ് NGP. ഈ ഭാഗത്തേക്ക് ഇതാ മുഴുവനും വേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഇപ്പം അധികം ട്രെയിനുകളൊന്നും തന്നെ ഇല്ല. ഈ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു റാംജുല തന്നെയാണ്. നല്ല രസമല്ലേ അത് കാണാൻ. ഒരു ഷണ്ടിങ് ലോക്കോമോട്ടീവ് അവിടെയുണ്ട്. നമ്മുടെ തൊട്ട് മുന്നിൽ 2 അണ്ടർസേർഡ്. നമ്മൾ വളരെ മുമ്പിലാണ്. ഞങ്ങൾ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം പാൻട്രിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാ. ഇത് ബ്രെഡ് കട്ട്ലറ്റ് ആണ്, ഇത് ഉപ്മാവും. അപ്പോൾ ഇതിന് 40, ഇതിന് 40. സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. 2 വ്യത്യസ്തമായ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ 2 ബ്രെഡും ഉണ്ട്. പിന്നെ താഴെയാണ് കട്ട്ലറ്റ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ട്. ഇതിവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ഇതെന്തായാലും ഫാൻ ഇട്ടുകൊണ്ട് പറന്നു പോകും.
ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഉപ്മാവ് ഇതിലും ഒരു അച്ചാറാണ് കേട്ടോ. ഇതിനിപ്പോൾ ഓപ്പൺ ചെയ്യാം നമുക്ക്. അതിന് നല്ല ചൂടുണ്ട്. ഉപ്മാവ് ഇങ്ങനെയാണ്. ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ഭാഗത്തെ കാഴ്ച ഈ ടോയ്ലറ്റിൻ്റെ ഒന്നും അകത്തേക്ക് പോലും കയറാൻ പറ്റുന്നില്ല, മുഴുവനും ബ്ലോക്കാണ്. പിന്നെ വാഷേരി കണ്ട ഇത് ഈ ഫാനും കുടുക്കൊക്കെ ചവച്ച് ഇതിലേക്ക് തുപ്പും. മാത്രമല്ല ഭക്ഷണം കഴിച്ച് അതിൻ്റെ വേസ്റ്റും അതിലേക്ക് ഇടും. ഇത് ബ്ലോക്കായി. ഇനിയിപ്പോൾ OBHS സ്റ്റാഫ്സ് വന്ന് ക്ലീൻ ആക്കണം. മാത്രമല്ല ഈ വണ്ടി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ വെള്ളം പുറത്തേക്ക് തുളുമ്പും. അങ്ങനെ തുളുമ്പി കാണുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇറങ്ങുന്ന നേരത്ത് എന്തായാലും സ്ലിപ്പ് പോകും. ഒരു വൃത്തിയില്ലാത്തൊരു ഭാഗമായിട്ടാ. നോക്കിയേ, നാഗ്പൂർ വിട്ടതിന് ശേഷം ഈ ട്രെയിനിന്റെ അടുത്ത സ്റ്റോപ്പ് ഇവിടെയാണ്, ചന്ദ്രപൂര്. 194 കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തത്. പിന്നെ ഇവിടെ S2 കോച്ചുണ്ട്. അതിൻ്റെ ആ ഒരു ലിവറി കണ്ട ദുരന്തോ എക്സ്പ്രസിൻ്റെ അതേപോലെയുള്ള ഒരു ലിവറിയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വണ്ടി ഒരു 35 മിനിറ്റ് ഡിലേ ആണ്. പക്ഷെ അടുത്ത സ്റ്റോപ്പിലേക്ക് ബൽഹാർഷയിലേക്ക് 10 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ. ഇട്ട സമയം 1 മണിക്കൂറാണ്. അപ്പോൾ അതവിടെ ക്ലിയറായി വരും. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. പിന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ പഴമൊക്കെ വാങ്ങിക്കുക. ഒരുപാട് പേര് പഴമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ജനറലിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കുന്നത് കാണാം. ഇവിടെ നിന്ന് ഏകദേശം വണ്ടി പുറപ്പെടാനുള്ള സമയമായി. പൈസ പിരിക്കാനുള്ള ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവര്. ഉപദ്രവൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ കൊട്ടി പൊക്കോളും. വേണം കൊടുത്താൽ മതി പൈസ. പക്ഷെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബൽഹാർഷ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു വലിയൊരു ഫാക്ടറി ഒക്കെ ഉണ്ട്. സ്റ്റേഷനിലേക്ക് ഒരു 2 കിലോമീറ്റർ കൂടി ഉള്ളൂ. ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഫാക്ടറി ഉള്ളത്. മഹാരാഷ്ട്രയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ ബൽഹാർഷ 10:43. അണ്ടർസേവിലൊക്കെ കയറാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ നേരത്തെ എത്തേണ്ടതാണ്, പക്ഷെ ഔട്ടറിലേക്ക് വണ്ടി കുറേ നേരം നിർത്തി. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ റെയിൽവേ സ്റ്റേഷന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഓരോ ചുമരുകൾക്കും നല്ല പെയിൻറ്റിംഗ് ആണ്. അതായത് ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളാണ്. കട്ടോബ അന്തേരി നാഷണൽ പാർക്കൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ്. അവിടേക്ക് പോകണമെങ്കിൽ ഇവിടേക്ക് ഇറങ്ങാം. ബൽഹാർഷയിൽ 5 മിനിറ്റ് ഉണ്ട് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ്. ഇനിയിപ്പോൾ ആ ഒരു ഡിലേ ഒക്കെ ക്ലിയറായി. അൺറിസർവ്ഡിൽ ഇവിടുന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറാനുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കോച്ച്. നമ്മുടെ കോച്ചിലും വലിയ അങ്ങനെ റഷായിട്ട് പറയാൻ്റെ അതൊന്നുമില്ല. അൺറിസർവ്ഡ് ടിക്കറ്റ് ആയിരുന്നു, കയറുന്നില്ല. 41 ഡിഗ്രിയാണ് കേട്ടോ നിലവിൽ ഇവിടുത്തെ ചൂട്. ശരിക്കും ഈ ഒരു സ്ലീപ്പറിൽ പോകുന്നതിനെക്കാട്ടും എത്രയോ നല്ലത് AC ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബർത്ത് വരുന്നത് അപ്പറല്ലേ, അതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുകുന്ന ഒരു അവസ്ഥയാണ്. അതെ, WAG12 എവിടെയുണ്ട്. ഇതിന്റെ തൊട്ട് പുറകെ തന്നെ AP എക്സ്പ്രസ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ്, തെലങ്കാന എക്സ്പ്രസ്. അങ്ങനെ ഇതാ ആന്ധ്രാപ്രദേശ് എക്സ്പ്രസിനെ കണ്ടുമുട്ടുകയാണ്. ഈ 2 ട്രെയിനുകളും തമ്മിൽ ഒരു വലിയൊരു ബന്ധമുണ്ട്. രണ്ടും ആദ്യം ഒരൊറ്റ വണ്ടിയായിരുന്നു. പിന്നീടാണല്ലോ തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത്. വിശാഖപട്ടണം, ന്യൂഡൽഹി. അങ്ങനെ തെലങ്കാനയിലേക്ക് എത്തി. സിർപൂർ കാഗസ് നഗർ 11:45 ഇപ്പോൾ. ഇതൊക്കെ സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. SCR. ഇവിടെ ഓൾറെഡി വേറൊരു ട്രെയിൻ കൂടെ ഉണ്ട്.
സിർപൂർ കാഗസ് നഗർ. ഇവിടെ തെലുങ്കും ഉണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഉറുദു ഉണ്ട്, 4 ഭാഷകൾ. നേരത്തെ നമ്മൾ ആന്ധ്രാപ്രദേശിനെ കണ്ടില്ലേ, ആ സമയത്ത് ഒരു ബന്ധുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഈ ഒരു തെലങ്കാന എക്സ്പ്രസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. അപ്പൊ ആ ട്രെയിനും ഈ ട്രെയിനും തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ മുംബൈ ഉണ്ടല്ലോ, ഈ ആന്ധ്രാപ്രദേശും തെലങ്കാനയ്ക്ക് ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സിർപൂർ, കാഗസ് നഗർ, ബെല്ലാമ്പള്ളി, മഞ്ചിറയില്, വിജയവാഡ, വിശാഖപട്ടണം, സമലക്കോട്ട്, തിരുപ്പതി, ഗുഡൂര്, നെല്ലൂര് എല്ലാം ഹൈദരാബാദ് അടക്കം ഒരു സ്റ്റേറ്റ് ആണ് ഉണ്ടായത്. 2014 ഈ 2 സംസ്ഥാനങ്ങളും വിഭജിച്ചിട്ട് ഒന്ന് തെലങ്കാന, ഒന്ന് ആന്ധ്രാപ്രദേശ് അങ്ങനെ വന്നത്. അപ്പം ഈ ട്രെയിൻ പറയുവാണെങ്കിൽ അന്ന് ആന്ധ്രാപ്രദേശ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനാണ് ഉണ്ടായത്. അത് 1976 ഒക്ടോബർ മാസം 3-ാം തീയതിയാണ് ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയത് സെക്കന്ദരാബാദിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക്. ഈ സ്റ്റേറ്റ് രണ്ടാമത് തെലങ്കാന വന്ന സമയത്ത് ആ ഒരു ട്രെയിനിന്റെ നെയിം റീനെയിം ചെയ്തു, അത് തെലങ്കാന എന്നാക്കി. അത് വരുന്നത് 2015 നവംബർ മാസം 15-ാം തീയതിയാണ്. പിന്നെ ഇപ്പം ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ കൂടെ വേണമല്ലോ, അത് പിന്നീട് 2015 ഓടി തുടങ്ങിയത് വിശാഖപട്ടണത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക്. ട്രെയിനിൽ പാട്ടൊക്കെയാണ് പാടുന്നത് ഇപ്പോൾ. പന്ത്രണ്ട് 25 ട്രെയിൻ ഇപ്പോൾ ബെല്ലാമ്പള്ളി എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇതിന്റെ അകത്ത് ഇപ്പൊ നല്ല പാട്ടൊക്കെയാണ്. ഇവിടെ 1 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇപ്പോഴും നല്ല പാട്ട് തന്നെയാണ് അതിന്റെ അകത്ത്. ട്രെയിനിന്റെ അകത്ത് ഇപ്പൊ നല്ല പാട്ടാണ്, പക്ഷെ ഇത് കേൾക്കാനൊക്കെ അടിപൊളിയാണ്. ഇതുപോലെ ട്രെയിനിന്റെ അകത്തുനിന്ന് ഒച്ചത്തിൽ പാട്ട് പാടാനും ഇങ്ങനെ കൊട്ടാനൊന്നും പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിൽ ഓരോരുത്തർക്കും ഓരോരോ മൈൻഡ് ആയിരിക്കുമല്ലോ. ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ മാത്രമാണ് പ്രശ്നമാവുക. അടുത്ത സ്റ്റേഷനിന് മഞ്ചിറയിലാണ്. അവിടെ നിന്നാണ് നമുക്കിനിപ്പോൾ ഉച്ച കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുക. സൊമാറ്റോ വഴി അവിടെ നിന്നാണ് ബുക്ക് ചെയ്തത്. യെസ്, അങ്ങനെ സൊമാറ്റോയിൽ ബുക്ക് ചെയ്ത ഫുഡ് നമുക്ക് അങ്ങനെ കിട്ടി. ഇവിടെ ട്രെയിൻ 2 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇതാ വണ്ടി എടുത്തു. ഇനിയിപ്പോൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഗോദാവരി റിവർ നമ്മൾ ക്രോസ് ചെയ്യും. ഗോദാവരിയിലൊക്കെ വെള്ളം വളരെയധികം കുറവാണ്. നല്ലൊരു ട്രെയിൻ. അതെന്തായാലും പൊളിച്ചു. അങ്ങ് ആ മുൻഭാഗത്ത് മാത്രം കുറച്ച് വെള്ളമുണ്ട്. ട്രെയിൻ ഇപ്പോൾ രാമകുണ്ടത്തേക്ക് എത്തുകയാണ്. അങ്ങ് ദൂരെയായി തെർമൽ പവർ സ്റ്റേഷൻ കാണാം. അത് വളരെ ദൂരെയാണ്. 1-4 രാമകുണ്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ സൊമാറ്റോ വഴി വാങ്ങിച്ച ഭക്ഷണം കഴിക്കുവാണ്. വാങ്ങിച്ചത് ഒണിയൻ ദോശയാണ്. അത് മാത്രമാണ് പിന്നെയും നല്ലതായിട്ട് കണ്ടത്. റൈസ് ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ചട്നിയാണ്. പിന്നെ ഇത് വേറൊരു കറി കൂടെ ഉണ്ട്. നവിക്ക് കഴിക്കേണ്ട ദോശ ഇതാ ഇതിൻ്റെ അകത്തുണ്ട്. കുറച്ച് നേരം ഈ ദോശ വാങ്ങിച്ച് വെച്ചിട്ട്, പക്ഷെ എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയും കുറച്ച് ഇതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സാമ്പാറാണെന്നാ. ഇതൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഒരു ദോശ തന്നെയാണ്. നമ്മളിപ്പോൾ കാസിപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായേ. അതിന് മുന്നേ തന്നെ ഒരുപാട് ആൾക്കാർ ട്രെയിനിലേക്ക് ചാടി കയറുന്നതാണ്. വെള്ളം കുപ്പിയും ലസ്സിയും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്.
അതുപോലെ തന്നെ ഈ ഒരു കൊടും ചൂടത്ത് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് വറങ്കൽ വിജയവാഡ ലൈൻ വരുന്നത്. നമ്മൾ നേരെ ഹൈദരാബാദ്, അതായത് ആ ഒരു കാസിപ്പേട്ട് ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് ഇപ്പോൾ കയറും. വലിയൊരു വളവാണിനി. 2:18 ട്രെയിൻ ഇതാ കാസിപ്പേട്ട് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഇപ്പം സിക്കന്ദരാബാദ് നാഗ്പൂർ വന്ദേ ഭാരത് വരാനുണ്ട്. അതിപ്പോൾ ഇവിടത്തേക്കൊരു 5 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. ഇതൊരു വലിയ സ്റ്റേഷൻ തന്നെയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ള സിക്കന്ദരാബാദ്. ഇവിടുന്ന് 134 കിലോമീറ്റർ ദൂരമുണ്ട്. വന്ദേ ഭാരത് വരികയാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നും 575 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തെലങ്കാനയിലെ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4:21 ഇപ്പോൾ. സിക്കന്ദരാബാദ്. അപ്പോൾ ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴയുണ്ട്. നമ്മുടെ ആ ഒരു ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നൊക്കെ ഒരുപാട് ആശ്വാസം തന്നെയാണ് ഈ ഒരു ചെറിയൊരു മഴ ഈ ഒരു സമയത്ത്. ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ്റെ നവീകരണമൊക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ യാത്ര ചെയ്ത സ്ലീപ്പർ ക്ലാസ്സിൽ നിന്നും ഇറങ്ങുവാണ്. ഈ ട്രെയിനിലെ ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നതും. ഹൈദരാബാദിലേക്ക് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ട്രെയിനിന് നേരെ പോകുന്നത് ഹൈദരാബാദ് ഡെക്കാൻ നംപള്ളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഇവിടുന്ന് 8 കിലോമീറ്ററാണ് ദൂരം. സ്റ്റേഷൻ്റെ നവീകരണം കാരണം പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല തിരക്കാണ്, അതാണ് മെയിൻ കാരണം. പിന്നെ ഇവിടെ ഇപ്പം നല്ല ഇടിയുണ്ട് കേട്ടോ. ശക്തമായൊരു മഴ വരുന്നതിന് മുന്നേ നമുക്ക് അങ്ങ് എത്തണം. ഇതിനൊന്ന് മൂവ് ചെയ്യാൻ പറ്റണ്ടേ. ഇതാണ് ഇവിടുത്തെ തിരക്ക്. സിക്കന്ദരാബാദിൽ നിന്ന് ചാർമിനാറിലേക്കുള്ള ബസ്സാണിത്. നേരിട്ട് ചാർമിനാറിലേക്ക് നമുക്ക് ബസ് കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു റൂം നോക്കി എടുക്കണം. ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്കൊന്നും ചെയ്തിട്ടില്ല. ഗ്രീൻ മെട്രോ എക്സ്പ്രസ് അതാണ് ഇതിൻ്റെ പേര്. TGSRTC. ഹൈദരാബാദിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് സിക്കന്ദരാബാദ്. പഴയ ആ ഒരു കെട്ടിടമൊക്കെ പൊളിച്ചോട്ടോ. ഇപ്പോൾ പുതിയ കെട്ടിടമൊക്കെ പണിയുകയാണ്. ഹൈദരാബാദ് മെട്രോ ആ ഭാഗത്താണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. ഞങ്ങളൊരു 4 വർഷം മുന്നേ ഇവിടെ വന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ പോയിട്ട് ആദ്യം ചോദിച്ചു നോക്കാം. സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഞങ്ങളെടുത്ത റൂം ഇതാണ്. ഇതൊരു നോൺ AC റൂമാണ്. പിന്നെ ഇവിടെ തന്നെയാണ് ടോയ്ലറ്റും ബാത്റൂമൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വൃത്തിയുള്ളൊരു റൂം തന്നെയാണ്. ഈ റൂമിന് ഞങ്ങൾക്ക് ആകെ വന്ന വാടക, അതായത് ഇന്ന് വൈകുന്നേരം മുതൽ നാളെ വൈകുന്നേരം വരെ 800 രൂപയാണ്. നല്ലൊരു കുറഞ്ഞ റേറ്റ് തന്നെ എന്തായാലും ഇവിടെ റൂം ഞങ്ങൾക്ക് കിട്ടി. ഇന്ന് രാത്രിക്ക് ഇനി കൊതുകൊക്കെ വരുമോന്ന് അറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ കിടന്നുറങ്ങിയാൽ മാത്രമേ അതിൻ്റെ കാര്യമൊക്കെ അറിയാനായി സാധിക്കുള്ളൂ. ഇപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട്. ഒരു 5:30-5:45 ആകുമ്പോൾ നമുക്ക് എന്തായാലും ഹൈദരാബാദ് സിറ്റിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാം. ഞങ്ങൾ ഇവിടെയാണ് റൂമൊക്കെ എടുത്തത്. ഫ്രഷായി ഇനിയിപ്പോൾ നേരെ പോകുന്നത് ചാർമിനാറിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ നിന്നൊരു 12 കിലോമീറ്റർ ദൂരമുണ്ട്. നേരത്തെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ചാർമിനാർ ഭാഗത്തേക്ക് ബസ് പോകുന്നത് കണ്ടില്ലേ. എന്നാൽ പിന്നെ നേരെ ബസ് കയറിയിട്ട് തന്നെ നമുക്ക് പോവാം. മെട്രോ വഴിയും പോവാം. പക്ഷേ മെട്രോ വഴി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നടന്നു പോകാനൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചാർമിനാറിലേക്ക് നേരിട്ട് ബസ് ഉണ്ട്. അതാണിത്. പിന്നെ നമുക്ക് ഇതിൽ കയറാം. ബസ്സിലാണെങ്കിൽ നല്ല തിരക്കാണ്. സീറ്റൊന്നും ഇല്ല. ഇനിയിപ്പോ ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് പോവാൻ? 9 കിലോമീറ്റർ ഉണ്ട്. ഇതാണെന്നുണ്ടല്ലോ സെക്കന്ദരാബാദ് എടുത്തത് 6 മണിക്ക്. വീട്ടിൽ പോകുന്നത് എപ്പത്താലല്ലേ. അതിനാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി നടന്നു വരുന്ന വഴിക്ക് ഒരു ചാർമിനാർ വണ്ടി പോകുന്നത് കണ്ടു. അതിന് കയറിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് കുറച്ച് കൂടുതലാണല്ലേ. ഇതൊരു സാധാരണ ലോക്കൽ വണ്ടിയാണ്. 40 രൂപയാണ് ഒരാൾക്ക്. നല്ല ചാർജ് തന്നെയാണ്. വൈകുന്നേരം ആയല്ലോ, നല്ല ബ്ലോക്കാണ്. ഈ ബസ്സിൽ കയറിയിട്ട് 1 മണിക്കൂറായി. 6:30 ആയിട്ട്. ഇനി ഒരു 4 കിലോമീറ്റർ കൂടെ ഉണ്ട് പോകാൻ. വലിയൊരു സ്പീഡിലാണ് പോകുന്നത്. അതാണ് ഇത്ര ടൈം എടുക്കുന്നത്.
6:50 ഏകദേശം ഒരുപാട് സമയമാണ് ഈ ബസ്സിൽ ഞങ്ങൾ ഇരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നടന്നിട്ട് പോവാം. രാത്രിയിൽ ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ ഇവിടെ മുതൽ തന്നെ തിരക്ക് തുടങ്ങി. പിന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അങ്ങനെ ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ തൊട്ട് മുന്നിലേക്ക് ഇതാ നമ്മൾ നടന്നെത്തുകയാണ്. ഈ ഹൈദരാബാദിൻ്റെ മെയിൻ ഒരു ഐക്കൺ തന്നെയാണ് ചാർമിനാർ. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നത് നട്ടുച്ചയ്ക്കായിരുന്നു. ഇന്ന് കുറച്ച് വൈകി ഈ ഒരു സമയത്താണ് ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നി. കാരണം എന്താ അറിയോ, ഈ വെയിലില്ലാതെ സുഖമായിട്ട് നടന്ന് കാണാമല്ലോ. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ രണ്ട് ഭാഗത്തും അങ്ങനെ തന്നെയാണ്. പകലായാലും രാത്രിയായാലും ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. ചാർമിനാറിൻ്റെ ഏത് ഭാഗത്ത്, അതായത് 4 ഭാഗത്ത് നോക്കിയാലും ഇതേപോലെ തന്നെയാണ് കാണാനായി സാധിക്കുക. ചാർമിനാറിൻ്റെ അത്രയും മുന്നിലെത്തിയ ഇപ്പം കറക്റ്റ് 7 മണിയായി. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗത്തേക്കും ഇനി നമുക്ക് നടന്നു പോകാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും 4 ഭാഗത്ത് നോക്കിയാലും ഇതേ ഒരു കാഴ്ച തന്നെയാണ് കാണാനായി സാധിക്കുക. പിന്നെ ഇവിടുന്ന് വലിയ ബലൂണുകളും വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് പോവാം. അത്രയധികം ഷോപ്പുകളുണ്ട് ഈ ഒരു ഭാഗത്ത്. 2020 കാശ്മീർ യാത്രയിൽ ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് വന്നത് ഈ ഒരു ഏരിയയിലേക്കാണെന്നാണ് തോന്നുന്നത്. അതിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. നേരത്തെ നമ്മൾ പോയ ഭാഗത്തിൻ്റെ മറ്റൊരു ഏരിയ. ഇവിടെയും ക്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നേരെ ഇങ്ങോട്ട് പോവാം. ഇവിടെ വലിയൊരു കവാടമൊക്കെ ഉണ്ട്. ആ തൊട്ട് മുന്നിലേക്കുള്ള തിരക്കൊന്ന് നോക്കിയേ. ഇത് 3ാമത്തെ ഒരു ഭാഗമാണ്. അവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇനി ആ ഒരു സൈഡിലേക്കും കൂടെ പോവാം. അവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഏകദേശം കണ്ടു കഴിയും. ചാർമിനാറിൻ്റെ ആ ഒരു 4ാമത്തെ ഭാഗം ഇതാ. ഏത് ഭാഗവും ഒരേപോലെ തന്നെയാണ്. പിന്നെ അത് ഓരോ രീതിയിലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. ചാർമിനാർ എന്നാൽ 4 ഗോപുരങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ഓരോ ഗോപുരത്തിനും 56 മീറ്ററാണ് ഉയരം വരുന്നത്. ഇത് നിർമ്മിച്ചത് 1591 ഇത് നിർമ്മിക്കാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഹൈദരാബാദിൽ മുമ്പേ ആ ഒരു സമയത്ത് പ്ലേഗ് എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രോഗം നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർമിനാർ ഇവിടെ പണിതത്. 4 ഗോപുരങ്ങൾ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥവും വരുന്നത്. ചാർമിനാറിന്റെ തൊട്ട് താഴെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ ഭാഗ്യലക്ഷ്മി മന്ദിർ. ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ആ ഭാഗത്തേക്ക്. അതായത് നമ്മൾ ആദ്യം വന്നൊരു പോയിന്റ് ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ക്ഷേത്രം. ഹൈദരാബാദിലെത്തി ഇവിടുത്തെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഇനി ട്രൈ ചെയ്യുകയാണേ. ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് ഹൈദരാബാദി ബിരിയാണി കഴിക്കാനാണ്. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ നോക്കി നേരെ അങ്ങോട്ടിന് പോവാം. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വെച്ച് പോവുകയാണേ. ഒരു 900 മീറ്റർ ഉണ്ട് പോകാൻ. പിന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള പോക്കറ്റ് അടി ഉണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. സ്ഥലമില്ല അധികം, അതാണ്. മുഴുവൻ ഇത് ഈ സൈഡ് മൊത്തം ബ്ലോക്ക് ആയിട്ടാണുള്ളത്. ഹൈദരാബാദ് മൈസൂർ വണ്ടിയാണ് കേട്ടോ ഇത്, കർണാടക വണ്ടിയാ. ഈ ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണിത്, ഹോട്ടൽ ഷതാബ്. ആദ്യം തന്നെ നമുക്കൊരു ഹൈദരാബാദി ബിരിയാണി കഴിച്ച് തുടങ്ങാം. ഇനിയിപ്പോൾ ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുൾ ബിരിയാണിയാണ്. ഒരാൾക്ക് കഴിക്കേണ്ടതല്ല, 2 പേർക്ക് കഴിക്കേണ്ട അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇനിയിപ്പം നവി ഇതൊക്കെ വിളമ്പിത്തരൂ. അതുപോലെ തന്നെ ഗ്രേവി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഗ്രേവി എക്സ്ട്രാ ഉണ്ട്, നമുക്ക് കഴിക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. അത് സ്പൂണും കൊണ്ട് പുറത്തൊന്നും പോവാതെ എടുക്കണം കേട്ടാ. നല്ല ചൂട് ബിരിയാണി ഇതാ നവി എടുത്ത് വിളമ്പി തരികയാണ്. ഈ ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദി ബിരിയാണി കഴിക്കാതെ പോകുന്നത് ഒരു ശരിയല്ലല്ലോ. നമ്മൾ ആ ഒരു കാശ്മീർ യാത്രക്കിടയിൽ 2020 സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുഞ്ഞു കടയിൽ കഴിച്ചത് അത് അത്ര രസം ഉണ്ടായിരുന്നില്ല അല്ലേ? അത് സാധാരണ ഒരു കടയായിരുന്നു. ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു കട തന്നെയാണല്ലോ. ബിരിയാണിയുടെ മസാലയ്ക്ക് ഇവിടെ കാണാട്ടോ. ഒരു വലിയൊരു പീസാണ് ഇതിലാകെ വരുന്നത്. ഇതിന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേവി നോക്കിയെന്ന്
ഇതെനിക്കൊന്ന് വല്ല ചിക്കൻ്റെ ആയിട്ട് ഗ്രേവി ആണെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. അതൊരു ചിക്കൻ്റെ ഗ്രേവി കേട്ടോ. ബിരിയാണിക്ക് ശേഷം കഴിക്കാൻ ഒരു തംസപ്പും കൂടെ ഞങ്ങളിതാ പറഞ്ഞു. ഈ ഹോട്ടലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒരുപാട് പാഴ്സലും ഇവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഫുൾ ചിക്കൻ ബിരിയാണിക്ക് 320 രൂപയാണ് ആയത്. ഇനി ഒസ്മാനിയ ബിസ്ക്കറ്റ് കഴിക്കാനും ഇറാനി ചായ കുടിക്കാനും നമുക്ക് പോവാം. ഇനിയിപ്പോൾ നേരെ ചാർമിനാറിന്റെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു നടക്കുകയാണ്. എന്തായാലും ഇവിടെ വന്നിട്ട് ഈ ഒരു ബിരിയാണി കഴിച്ചത് വെറുത്തായി കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പം നിങ്ങളൊക്കെ ഹൈദരാബാദ് വരുവാണെങ്കിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ചാർമിനാറിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണിത്. നമ്മൾ ആദ്യം ബസ് വന്ന് ഇറങ്ങി കണ്ട ഒരു ഭാഗമില്ലേ, അതിന്റെ നേരെ ഇവിടെയാണ് നിമ്ര കഫേ ആൻഡ് ബേക്കറി ഉള്ളത്. ഇത് 1993 മുതലേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ ചായയും ബിസ്ക്കറ്റും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഈ ഒരു ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചേ. ഇറാനി ചായക്ക് ഒരെണ്ണത്തിന് 30 രൂപയാണ് ആയത്. നല്ല ചൂടുണ്ട്. ഒസ്മാനിയ ബിസ്ക്കറ്റിന് 4 എണ്ണാണുള്ളത്, 20 രൂപയായുള്ളൂ. ഈ ഉസ്മാനിയ ബിസ്ക്കറ്റിന്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഹൈദരാബാദിലെ അവസാന നിസാമായിരുന്ന മീർ ഉസ്മാൻ അലി ഖാന്റെ നിർദ്ദേശപ്രകാരം ഉസ്മാനിയ ജനറൽ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യന്മാരാണ് ഇത് ആദ്യമായിട്ട് തയ്യാറാക്കിയത്. ഈ ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നവി? മധുരമുണ്ട്, പിന്നെ ഉണ്ടല്ലോ നേരെ ഒരു ഉപ്പ് രുചി കൂടി ഉണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആണല്ലോ ഈ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ ചായയുടെ കാര്യം പറയുവാണെങ്കിൽ പേര് പോലെ തന്നെ ഒരു പേഴ്സണൽ സ്വാധീനമുണ്ട് നമ്മുടെ ഇറാനി ചായക്ക്. ഇത് കൂടുതലുണ്ടല്ല ഇന്ത്യയിൽ ഹൈദരാബാദിൽ തന്നെയാണ് കൂടുതൽ കിട്ടുക, പിന്നെ മുംബൈയിലും കിട്ടും. 9 മണിയായിപ്പോ ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി നേരെ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ബസ് ഇറങ്ങിയത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അവിടെ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും തിരിച്ചു പോകാനുള്ള ബസ്സും കിട്ടുക. എന്തായാലും പോയി നോക്കാം. അല്ലെങ്കിൽ പിന്നെ മെട്രോക്ക് പോകണമെങ്കിൽ 3 കിലോമീറ്റർ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുണ്ട്. തിരിച്ചിപ്പോൾ സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് ഒരു ബസ് കിട്ടി. ഇതിൽ വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ഏറ്റവും പുറകിലാണ് സീറ്റ് കിട്ടിയത്. ഇനി ഈ ബസ് എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബസ് ഇനിയിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് എത്തിയേക്കാം, ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് നമ്പള്ളി മെട്രോ സ്റ്റേഷനാണ്, അതായത് ഹൈദരാബാദ് ഡെക്കാൻ നമ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഇടത് ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ നിന്നൊരു 6 കിലോമീറ്ററിന് അടുത്ത് ദൂരമുണ്ട്. ഈ ബസ് പിന്നെയും കുറച്ചും കൂടെ വേഗത്തിൽ പോകുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന പോലെയല്ല ഈ ബസ്. കൂടുതൽ ബ്ലോക്ക് തന്നെയാണ്, അതാണ് മെയിൻ റീസൺ. ഹൈദരാബാദിലെ പ്രശസ്തമായ ഹുസൈൻ സാഗർ തടാകമാണ് ഈ മുന്നിലായി കാണുന്നത്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ്. 9:40 സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് ഇതാ നമ്മളെത്തി. തെലങ്കാനയിലെ ബസ്സുകളൊക്കെ ടോട്ടലി മാറിയിട്ടാ. പണ്ടൊക്കെ APSRTCന്റെ മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ TSൽ നിന്ന് ഒരുപാട് വണ്ടികൾ TGയിലേക്ക് മാറി. ഇവിടുത്തെ പുതിയ രജിസ്ട്രേഷനാണ് TG എന്ന്. പിന്നെ ഇവിടെ ഒരുപാട് പുതിയ AC ബസ്സുകൾ കൂടിയുണ്ട്. രാവിലെ നാഗ്പൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇപ്പൊ രാത്രി 10 മണിയായി. ഇപ്പോഴാണ് തിരിച്ച് റൂമിലേക്ക് എത്തിയത്. ശരിക്കും ഞങ്ങൾക്കിന്ന് ഹൈദരാബാദിന്റെ എല്ലാ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഹൈദരാബാദിലേക്കായിട്ട് ഞങ്ങള് ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അപ്പം മുഴുവൻ ഹൈദരാബാദിന്റെ കാഴ്ച നമുക്ക് ആ ഒരു ദിവസം കാണാം കേട്ടോ. അതായത് മെയിൻ കാരണം എന്ന് വെച്ചാൽ പകൽ സമയത്ത് ചൂടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ ചൂട് കാരണം തന്നെ ഇന്ത്യയിലത്തെ പല സ്ഥലങ്ങളിലേക്ക് ഈ ഒരു സീരീസിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറുന്നുണ്ട്. നമ്മൾ ഒരു സ്ഥലത്തിന് കുളിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ വരും. എനിക്ക് ചെറുതായിട്ട് ചെറിയൊരു തൊണ്ടവേദന ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല, ചൂടത്ത് നടന്ന് തണുത്ത വെള്ളമൊക്കെയാണ് നവി കുടിക്കുന്നത്. പിന്നെ എങ്ങനെ വരാതിരിക്കാനാ? തണുത്ത വെള്ളം കുടിക്കാനേ തോന്നുന്നുള്ളൂ. അതൊരു മെയിൻ കാരണമാണ്. പിന്നെ പനിയൊന്നും വരാത്ത ഏറ്റവും വലിയ ഭാഗ്യം. അതെ. ഇനിയിപ്പം ഈ ഹൈദരാബാദിൽ തന്നെ ഞങ്ങൾ പോവാത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ചർലപ്പള്ളി. അവിടത്തേക്കാണ് ഞങ്ങൾ നാളെ പോകുന്നത്. എന്നിട്ട് നേരെ ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ നാളെ ഇനിയിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രാ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റത്തിനോട് ബൈ.